എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലെസന്റെ അവസാനത്തെ എക്സസൈസിലോട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് അല്ലേ? പേജ് നമ്പർ 17 എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെക്കുക കേട്ടോ. ആദ്യം എടുക്കുന്നതും മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം ടീച്ചർ ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് അയച്ചു തരുമല്ലോ, അപ്പൊ നോട്ടിലേക്ക് പകർത്തിയാൽ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് ഒരെണ്ണം ചെയ്തു. എന്തായിരുന്നു ചോദ്യം? In the figures below, calculate the fraction of the whole circle, the green and yellow parts. എന്താ ചോദ്യം പറയുന്നത്? ചുവടെയുള്ള ചിത്രങ്ങളിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കുക. അപ്പൊ നിങ്ങൾ നോട്ടിലേക്ക് ടീച്ചർ നോട്ട് അയച്ചു തരുമ്പോൾ എഴുതേണ്ടത് ഇതേപോലെ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ ഭംഗിയായിട്ട് കളറ് പച്ച കളറും അതുപോലെ തന്നെ യെല്ലോ കളറും അടിച്ച് നല്ല ഭംഗിയാക്കണം കേട്ടോ. നോട്ട്ബുക്ക് വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യണം നോട്ട്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ട വിധം ഇതുപോലെയാണ്. ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എവിടെയാണെങ്കിലും നമ്മൾ ചിത്രം വരച്ചു, അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് അതിന്റെ ആൻസർ കാൽക്കുലേഷൻസ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്താ? 24 ഡിഗ്രി ആണ് യെല്ലോ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു വൃത്തത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബിന്ദുവിന്റെ ചുറ്റുമുള്ള ആകെ കോണിന്റെ അളവ് എപ്പോഴും 360 ഡിഗ്രിയാണ്. ആകെയുള്ള 360ന്റെ 24 ആണ് നമുക്ക് ഡിഗ്രി അളവ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നു? തന്നിരിക്കുന്ന ആംഗിൾസ് മെഷർ എത്രയാണോ ദാറ്റ് വി വാണ്ട് ടു റൈറ്റ് അലോങ് വിത്ത് ന്യൂമറേറ്റർ ആൻഡ് ദ ടോട്ടൽ ആംഗിൾസ് മെഷർ ഇൻ എ സർക്കിൾ want to write in the denominator side. So അംശത്തിന്റെ ഭാഗത്ത് 24ഉം ഛേദത്തിന്റെ ഭാഗത്ത് 360ഉമാണ് നമ്മൾ എടുക്കേണ്ടത്. ആകെയുള്ള കോണിന്റെ അളവാണ് 360. അപ്പൊ ഈ 360 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലും ഡിനോമിനേറ്റർ 360 തന്നെയാണ് വരിക. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ലോവസ്റ്റ് ഫോം അഥവാ ലഘുരൂപം കണ്ടെത്തുകയാണ് വേണ്ടത്. അതെങ്ങനെയാ ചെയ്യാ? നമ്മൾ 24നെ ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 24നെ ഘടകങ്ങളാക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ 24 ഞാൻ പറഞ്ഞു വൺസ് പ്ലേസില് ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇരട്ട സംഖ്യ ആണെങ്കിൽ 2ല് പോവും എന്നുള്ളത് 2ല് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര പ്രാവശ്യം പോവാന്ന് എങ്ങനെയാ അറിയാ? 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? 12 കിട്ടി. ആ കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണഫലം എന്താണോ കിട്ടിയത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഡിവൈഡ് ചെയ്ത് ചെയ്യുക വേണ്ടു. ഇനി 12ല് വീണ്ടും ഏതാ പോവാ? ഏത് നമ്പറാ പോവാ നോക്കി. 2 പോയില്ലെങ്കിൽ മാത്രമേ അടുത്ത നമ്പറായ 3 എടുക്കേണ്ടതുള്ളൂ. അപ്പൊ 2ന്റെ ഗുണന പട്ടികയിലുണ്ട് എത്ര പ്രാവശ്യമാണ്? ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 2ന്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കിയിട്ട് 2നെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്താലാണ് 12 കിട്ടണേ എന്ന് നോക്കിയാൽ മതി. അപ്പൊ 2 6 are 12. 2 × 6 ആണ് 12 വരുന്നത്. വീണ്ടും നമുക്ക് എന്താ വെച്ചാൽ 1 എന്നുള്ള സംഖ്യ കിട്ടണത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തു പോണം. വീണ്ടും 2 പോവും. എത്ര പ്രാവശ്യം പോവാ? 3 2 6 3 പ്രാവശ്യമാണ്. 3 ഒരു പ്രാവശ്യം. കണ്ടോ? ഈ 3 എന്നുള്ള സംഖ്യയിൽ 2 പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്തേ? അടുത്ത സംഖ്യയായ 3 എടുത്തത്. മനസ്സിലായോ? അപ്പൊ 24നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 1 കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അടുത്ത സംഖ്യനെ നമുക്ക് ലഘുരൂപ ആക്കണമെങ്കിൽ മുകളിലത്തെ നമ്പറിന്റെ ഫാക്ടേഴ്സും കാണണം, താഴത്തെ നമ്പറിന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ കാണണം. ഇനി 360നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ തന്നെ വൺസ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട സംഖ്യ ഈവൺ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ അല്ലെങ്കിൽ ഘടകങ്ങളാക്കാനായിട്ട് സാധിക്കും. അപ്പൊ 2 എത്ര പ്രാവശ്യം പോവാന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 360നെ ഇവിടെ ചെയ്യും കേട്ടോ. 360നെ 2 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര പ്രാവശ്യം പോണേ എന്ന് നോക്കുക. ഒരു പ്രാവശ്യം പോയി. 16 8 16 0. ഈ 0 ഇറക്കിയിട്ടു 0 ഡിവൈഡ്സ് ടു 0. എത്ര പ്രാവശ്യം പോയത്? 180. വീണ്ടും വൺസ് പ്ലേസിൽ 0 ആണ് വന്നത്. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ എന്ത് ചെയ്തു?
രണ്ട് പൂവും എന്ന് മനസ്സിലായി. രണ്ട് എത്ര പ്രാവശ്യം, അപ്പൊ ഇത് മാറ്റാലോ അല്ലെ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അടിയിലത്തെ സംഖ്യകൾ കണ്ടെത്തേണ്ടത് കേട്ടോ. വലിയ സംഖ്യകളാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചെറിയ സംഖ്യകളാണെങ്കിൽ നമുക്ക് ഗുണനപ്പട്ടിക അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 180, അതിലും വീണ്ടും എത്ര പ്രാവശ്യം രണ്ട് പോവാൻ നോക്കി. ഡിവിഷൻ അറിയാത്ത കുട്ടികൾ ഇല്ലാന്ന് വിചാരിക്കുന്നു അല്ലെ. 9 ടൈംസ് ആണ് 18, 0. ഈ 0 ഇറക്കിയിട്ടു 0 ഡിവൈഡ്സ് ടു 0. എത്ര പ്രാവശ്യം പോയത്? 90. വീണ്ടും രണ്ട് പോവും ഇല്ലേ, കാരണം വൺസ് പ്ലേസ് ഈവൺ നമ്പർ തന്നെയാ. അപ്പൊ 90 എത്ര പ്രാവശ്യം പോണേ നോക്കി. 90 വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. 4 പ്രാവശ്യം 8, 5 പ്രാവശ്യം 10. എത്ര പ്രാവശ്യം പോയത്? 45. അപ്പൊ ആ സംഖ്യ ഇവിടെ എഴുതി. എത്ര പ്രാവശ്യം വേണം? ഈ സ്ഥാനത്ത് 1 കിട്ടുന്നത് വരെ നമ്മൾ ചെയ്തോണ്ടിരിക്കണം. 45 വന്നപ്പോ നമുക്ക് തോന്നിയത് വൺസ് പ്ലേസില് ഈവൺ നമ്പർ അല്ല. ഈവൺ നമ്പർ എന്നൊക്കെ പറഞ്ഞേതാ? ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 0 ഇതൊക്കെ അല്ലേ ഇരട്ട സംഖ്യകൾ. ഇത് ഒറ്റ സംഖ്യ വന്നേ. ഒറ്റ സംഖ്യ വരുമ്പോ 2 പോവില്ല എന്ന് മനസ്സിലായി. ഇനി 3 പോവെന്നുള്ളത് നോക്കി. എങ്ങനെയാ നോക്കുക നമ്മള്? 45നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. ശിഷ്ടം റിമൈൻഡർ കിട്ടുന്നില്ല എങ്കിൽ പോവും എന്നല്ലേ അർത്ഥം. 1 3 is 3, 15, 5 3s are 15. അപ്പൊ എത്ര കിട്ടി? പോണ്ട് അല്ലേ. എത്ര പ്രാവശ്യം പോയേ? 3 ആണ് പോയത് 15 ടൈംസ്. ഇനി അത് 3 പോകുന്നു നമുക്കറിയാം, കാരണം 3യുടെ ടേബിള് ചൊല്ലി നോക്കിയാൽ നമുക്ക് പറ്റും. എത്ര പ്രാവശ്യം പോവാ? 5 ടൈംസ്, again 5, 1 ടൈം. അങ്ങനെ ഇവിടെ 1 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്ത് പോകണം. അപ്പൊ ഈ സംഖ്യകളൊക്കെ അടിയിലത്തെ സംഖ്യകൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ടീച്ചർ ഇപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കിയില്ലേ, അതേപോലെ ചെയ്ത് നോക്കുക വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേ ചെയ്യണു. 24ന്റെ സ്ഥാനത്ത് ഏതെഴുതാം? ഈ ഫാക്ടേഴ്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. 2 into 2 into 2 into 3 into 1 എഴുതണം എന്നില്ല, കാരണം 1 എന്നുള്ളത് ഏത് സംഖ്യയുടെയും ഘടകമായിട്ട് വരും. അപ്പൊ ഇവിടെ എല്ലാം വെട്ടിക്കളഞ്ഞാലും 1 ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. അതുപോലെ ഡിനോമിനേറ്ററിലും ഇതേപോലെ ഈ സംഖ്യകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. എങ്ങനെയാ? 2 into 2 into 2 into എത്ര മൂന്നുകളുണ്ട്? 2 മൂന്നുകളുണ്ട്, ഒരു 5 ഉണ്ട്, അവിടെയും ഉണ്ട് കേട്ടോ. 1 ഈക്വൽ ടു നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നത് എങ്ങനെയാ ക്യാൻസൽ ചെയ്യുക? മുകളിലും താഴെയും ഒരേ നമ്പറുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ ഒരേ സൈഡിൽ തന്നെയുള്ള ടൂകളല്ല കട്ട് ചെയ്യേണ്ടത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്, വീണ്ടും ഒരു 2 എനിക്ക് കട്ട് ചെയ്ത് കളയാൻ കിട്ടി. നെക്സ്റ്റ് 2 ഇതേപോലെ. അപ്പൊ ഇത് നിങ്ങൾ നോട്ടിലേക്ക് ടീച്ചർ നോട്ട് അയച്ചു തരുമ്പോ പെൻസിൽ കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. പേന കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആകെ വൃത്തികേടാണ്. അതുപോലെ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കേണ്ടത് പെൻസിൽ കൊണ്ടാണ് കേട്ടോ. എല്ലാ ഫിഗേഴ്സും ഇപ്പൊ കുറച്ച് കുട്ടികളെ പേന കൊണ്ട് വരച്ചു എന്നുള്ള വിവരം കിട്ടിപ്പോട്ടെ. ഇനിയുള്ളതെങ്കിലും പെൻസിൽ കൊണ്ടേ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ 3 2 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഒരു 3 ഉണ്ടല്ലോ ഇവിടെ അല്ലേ. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? 1. കാരണം ഇവിടുത്തെ എല്ലാ സംഖ്യകളും വെട്ടിക്കളഞ്ഞു, അതുകൊണ്ട് മുകളിലൊന്നുമില്ല, 0 ആണ് എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ 1 ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഇവിടെയും ഉണ്ട് 1, ഇവിടെയും ഉണ്ട് 1 അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിൽ 1 by ഡിനോമിനേറ്ററിൽ എന്താ ബാക്കിയുള്ളൂ? 3 into 5 that is equal to 1 by 15. അതായത് ആകെ ഈ വൃത്തത്തിനെ 15 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഈ 24 ഡിഗ്രി എന്നുള്ളത് മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം 24/360 എങ്ങനെ എഴുതിയെന്ന് അറിയണം. 360 എന്ന് പറയുന്നത് ഇതിന്റെ ആകെ കോണളവിന്റെ തുകയാണ്. അത് 360 ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. ന്യൂമറേറ്റർ എങ്ങനെ കിട്ടി? തന്നിരിക്കുന്ന കോണളവ് ചിത്രത്തിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ എന്താണോ അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ഇത് എഴുതാൻ എളുപ്പമാണ്. ഇനിയുള്ളതാ ബുദ്ധിമുട്ട്. എങ്ങനെ? ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കണം, ഇതിനെയും ഘടകങ്ങളാക്കണം. എന്തിനാ ഘടകങ്ങളാക്കണത്? ഇതിന്റെ ലഘുരൂപം അഥവാ സിംപ്ലസ്റ്റ് ഫോം കണ്ടെത്താനാണ് കേട്ടോ. അപ്പൊ 24നെ ഘടകങ്ങളാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തുടക്കത്തിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും, പിന്നെ അങ്ങോട്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും വരുന്നുണ്ട് നമുക്ക് ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ഈ വർഷം തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് മുകളിലും താഴെയും ഒരേ നമ്പറുകൾ വരുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത്, ബാക്കി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. 1 എന്നുള്ള സംഖ്യ വരുന്നു. എല്ലാ നമ്പറുകളുടെയും ഘടകമാണ് 1.
അപ്പൊ 1 ന്യൂമറേറ്ററിൽ വന്നു, ഡിനോമിനേറ്ററിൽ ബാക്കി എന്തേ ഉള്ളൂ 3 × 5. അപ്പൊ എത്ര ആൻസർ കിട്ടി 3 × 15. ഇനി സി എന്താ വരുന്നത്? സിയില് നമുക്ക് എത്രയാണ് 54 ഡിഗ്രിയാണ് വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ടേ വരയ്ക്കാവൂ കേട്ടോ. ടീച്ചർ സ്പീഡിൽ ഇങ്ങനെ വരയ്ക്കുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണേ. 54 ഡിഗ്രിയാണ്. അപ്പൊ ആകെയുള്ള അതിന്റെ എത്ര ഭാഗമാണ് 54 ഡിഗ്രി മഞ്ഞ കളർ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാ കാണാം? ന്യൂമറേറ്റർ സംഖ്യ, തന്നിരിക്കുന്ന ആംഗിൾസിന്റെ മെഷർ. ഡിനോമിനേറ്റർ എപ്പോഴും എന്തെന്നെയാ വരിക? കാരണം ഇതിന്റെ ആകെ കോണുകൾ എത്രയാണ് വരുന്നത്? 360 ഡിഗ്രി. 360 ആണ് വരുന്നത്. അപ്പൊ എന്തായി? ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ 360 എന്നുള്ളത് നമുക്ക് കളയണ്ട, കാരണം ഇവിടെയും ആവശ്യമുള്ളതാണ് അല്ലെ. ഈ 24 ടീച്ചർക്ക് മാറ്റാൻ പറ്റും. മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ടീച്ചർ നോട്ട് അയച്ചു തരാം. ഇപ്പൊ കോപ്പി ചെയ്തെടുക്കണം എന്നില്ല. നോട്ട് അയച്ചു തരുമ്പോ നോട്ട് ബുക്കിലേക്ക് ഇതിന്റെ ഒപ്പം തന്നെ അയച്ചു തരും. 54നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നു. 54 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ 2 കൊണ്ട് നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ഡിവൈഡ് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്രയായി? 2 2s are 4, 14, 7 2s are 14. 11നെ അപ്പൊ എത്ര പ്രാവശ്യം പോയി? 27. ഇനി വീണ്ടും ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കുമ്പോ വൺസ് പ്ലേസിൽ ഓഡ് നമ്പർ ആണ്. ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 2ൽ പോവില്ല. പിന്നെ എന്തിലേ പോവുള്ളൂ? 3ല്. അപ്പൊ 3ൽ ഇങ്ങനെ പോയി. 3ന്റെ ഗുണന പട്ടിക ഇപ്പൊ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 3ന്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കി. 3നെ ഏത് സംഖ്യ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് 27 കിട്ടണേ എന്ന് നോക്കിയപ്പോ എത്രയാ? 3 9s are 27. വീണ്ടും 3 പോവും. എത്രയാ വരണേ? 3 3s are 9. അപ്പൊ 3 ടൈംസ് ഇല്ലേ പോണത്? again 3 1 time. അപ്പൊ ഈ 1 വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ 54ന്റെ ഘടകങ്ങൾ കിട്ടി. നമ്മൾ ഇവിടെ എഴുതാൻ പോവാ. എന്താ എഴുതുക? 2 × 3 × 3 × 3. 2 × 3 × 3 × 3. 1 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. 360 നമ്മൾ ഓൾറെഡി അതിന് മുമ്പ് നമ്മൾ ഘടകങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു 316. അപ്പൊ എന്താ വന്നേ? 3 2കളുണ്ട്, 2 3കളുണ്ട്. എഴുതിയെടുക്കുമ്പോ തെറ്റുണ്ട് കേട്ടോ. 3 2കളും 2 3കളും 1 5ഉമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താ? കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ, ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ എന്താ? ഒരു 2 ഇതാ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 2കളൊന്നും ഇല്ല, അപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തേ ഉള്ളൂ? ഒരു 3. ഇതാ ഇവിടെ ഒരു 3 ഉണ്ട്. വീണ്ടും ഒരു 3. ഇതാ ക്യാൻസൽ ചെയ്തു. ഇനി 3 ഇവിടെ ഇപ്പുറത്ത് താഴെ ക്യാൻസൽ ചെയ്യാനില്ല. അപ്പൊ എന്താ? ഈ മുകളിൽ എന്താ ബാക്കി വന്നേ? ഒന്നുമില്ല എന്ന് പറയാൻ പാടില്ല. എന്താണത്? 1 1 ബൈ ഡിനോമിനേറ്ററിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കി. എന്തൊക്കെയാ? 2 2കളുണ്ട്, ഒരു 5ഉം ഉണ്ട്. അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 1 ബൈ 2 2s are 4, 4 5s are 20. അതായത് ആകെ 20 ഭാഗമാക്കിയതിലെ ഒരു ഭാഗമാണ് 54 ഡിഗ്രി എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. 1 ബൈ 20. മനസ്സിലായോ? കിട്ടിയില്ലേ? 1 ബൈ 20. സോറി ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ? ഇവിടെ 3 കിടക്കുന്നുണ്ട് അല്ലേ? 3 ആണ് വരുന്നത്. അതെ, ഒരാൾ എന്റെ അടുത്ത് പറയാ ടീച്ചർ ഇവിടെ ബാക്കിയുണ്ടല്ലോ 3, അതെന്താ എഴുതാത്തേന്ന്. അപ്പൊ എത്രയാ വന്നത്? 3 ബൈ 20 ആണ് ആൻസർ വരുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം 3 ആണ്. ആകെ ഉള്ളത് 20 ആണ്. അതിലെ ഷെയ്ഡ് ചെയ്ത ഭാഗം 3 ആണ്, അതായത് യെല്ലോ കളർ. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് പച്ച കളർ എത്രയാ വരിക? മൊത്തം 20 ഭാഗം, മൊത്തം 20 കഷ്ണം ഉണ്ടായിരുന്നു കേക്ക്. അതിലെ 3 ഭാഗം എനിക്ക് കിട്ടിയാൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 20ൽ നിന്ന് 3 കഴിച്ചാൽ എത്രയാ? 17 ബൈ 20 അല്ലേ വരിക? നോക്കൂ, യെല്ലോ ഭാഗം ഉള്ളത് 3 ബൈ 20 ആണ്. അപ്പൊ ബാക്കിയുള്ളത് ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ആകെയുള്ള 20ന്റെ 3 ഭാഗം കഴിച്ച് ബാക്കി എത്ര? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? 3 കഴിച്ചാൽ പിന്നെ 20ൽ എത്രയേ ബാക്കിയുള്ളൂ?
17. വെറും 17 അല്ല, ഭാഗം ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ എഴുതുക? ഫ്രാക്ഷൻ ഫോമിലാണ് എഴുതുക. അപ്പൊ എന്താ ആൻസർ കിട്ടും? 17/20. അത് കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ 3/20 എങ്ങനെ കിട്ടിയോ മനസ്സിലായല്ലോ. ഇനിയുള്ള രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇനിയുള്ള രണ്ടെണ്ണല്ലേ ഉള്ളൂ ഇനി. അതായത് അല്ല, 3 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഒരെണ്ണം കൂടി ചെയ്താലോ നമുക്ക്. ഡി എന്താണ്? 80 ഡിഗ്രി ആണ് തന്നിട്ട് കേട്ടോ. ഒരെണ്ണം കൂടി ചെയ്യാം. 2 എണ്ണേ ഹോംവർക്ക് പറയുള്ളൂ. അപ്പൊ അന്നന്ന് എടുക്കണത് കൃത്യമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ എന്താ ഇതിന്റെ ആൻസർ വരിക? സോറി, ഫ്രാക്ഷൻ ഫോം എന്താ വരിക? 80/360 എന്നല്ലേ വരുന്നത്? 80/360. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ? വൺസ് പ്ലേസില് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. നമുക്ക് എന്താ ഉദ്ദേശം? ഈ വലിയ ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ലഘുരൂപമാക്കുക എന്നല്ലേ നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? ഇങ്ങനത്തെ സംഖ്യയിൽ എവിടെയൊക്കെയാ 0 വരുന്നതെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വൺസ് പ്ലേസില് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും, കട്ടിംഗ് മെത്തേഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? 8/36. അത് കുറച്ചുകൂടെ ചെറുതായി ഫ്രാക്ഷൻ ഫോം അല്ലെ. ഫ്രാക്ഷൻ ചെറുതിനേക്കാൾ 80/360 എന്നുള്ളത് മുകളിലത്തെയും താഴത്തെയും സീറോസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കി എന്തായി? 8/36, 8/36 എന്നായി മാറി. ഇനി ഇതിന് വീണ്ടും നമ്മൾ ചെറുതാക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഫാക്ടറൈസ് ചെയ്യണം. 8 2 എത്ര പ്രാവശ്യം പോവാ? ഇതിപ്പോ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, 4 പ്രാവശ്യമാണ്. വീണ്ടും 2 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം, 2 1 പ്രാവശ്യം. ഓക്കെ. അതുപോലെ തന്നെ 36 ഫാക്ടറൈസ് ചെയ്തു. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 18. ഡിവൈഡ് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. 2 9 3 1 ടൈം. ഓക്കെ. അപ്പൊ 36 ഡിവൈഡ്സ് 2. ടീച്ചർ ഇവിടെ കാണിച്ചു തന്നില്ലേ, നിങ്ങൾ ഡിവിഷൻ ചെയ്തിട്ട് തന്നെ ചെയ്യാവൂ കേട്ടോ. അപ്പൊ 8ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 3 2കൾ എഴുതി അല്ലെ വരുന്നേ. 2 × 2 × 2. ഇവിടെയോ 2 × 2 × 3 × 3 അല്ലെ വരുന്നത്. ഇവിടെ 2 × 2 × 2 360 എന്നുള്ളത് 0 കട്ട് ചെയ്തപ്പോ 36 ആയപ്പോ 2 × 2 × 3 × 3. ഇത് നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇനി 2 പോവാനില്ല താഴെ. അപ്പൊ മുകളിൽ 2 ബാക്കിയുണ്ട്, താഴെ 2 3കളും ബാക്കിയുണ്ട്. അപ്പൊ ബാക്കി എന്താ വരിക? 2/9. മനസ്സിലായോ എങ്ങനെ കിട്ടണേന്ന്? ഇനിയുള്ള 2 കണക്കുകൾ മനസ്സിലാക്കി എടുക്കുക കേട്ടോ കൃത്യമായിട്ട്. ഇനിയുള്ള 2 കണക്ക്, ഒന്ന് 108 ഡിഗ്രി 108 ഡിഗ്രിയും നെക്സ്റ്റ് 150 ഡിഗ്രിയും. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ഡ്രോ സർക്കിൾസ് ആൻഡ് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്സ് ഗിവൺ ബിലോ, കളർ ദം ഓൾസോ. എന്താ പറയണത്? വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. മാറ്റാലോ അല്ലെ. എന്താ പറയണത്? തൊട്ടു മുമ്പ് ചെയ്തതിന്റെ റിവേഴ്സ് ആണ് പറയുന്നത്. തൊട്ടു മുമ്പ് എങ്ങനെയായിരുന്നു? നിറം തന്നിട്ടുണ്ട്, നിറം കൊടുത്തിട്ട് അതിന്റെ ഫ്രാക്ഷൻ ഫോം എഴുതാനാ പറഞ്ഞു. നമുക്ക് ആംഗിൾസ് തന്നിട്ടുണ്ട്, ചിത്രത്തിൽ തന്നെ ആംഗിൾ തന്നിട്ട് അതിന്റെ ഫ്രാക്ഷൻ ഫോം നിങ്ങൾ എഴുതൂ. ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ആ മഞ്ഞ കളർ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ളതാ ചോദിച്ചത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡയറക്റ്റ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ, ലോവസ്റ്റ് ഫോം ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അതിനെ ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഡിഗ്രിയാണ് ഈ 3/8 അഥവാ ഓരോ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, അത് എത്രയാണെന്നുള്ളത് പറയണം. ആ ആംഗിൾ കണ്ടെത്തിയതിന് ശേഷം വൃത്തം വരച്ച് അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. എന്താണ്? 3/8 എന്നാണ് തന്നിട്ടുണ്ട്. അതായത് ഒരു വൃത്തത്തിലെ 3/8 ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എങ്കിൽ അത് ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആകെ അറിയാവുന്നത് എന്തേ ഉള്ളൂ? ഒരു വൃത്തത്തിന്റെ സെന്ററിന്റെ ചുറ്റുമുള്ള കോണിന്റെ ആകെ അളവ് 360 ഡിഗ്രി എന്ന് മാത്രമേ അറിയുള്ളൂ. തൊട്ടു മുമ്പത്തെ പ്രോബ്ലം നമ്മൾ അത് വെച്ചിട്ട് തന്നെയേ ചെയ്തിട്ടുള്ളൂ. ഇവിടെയും നമുക്ക് എന്താണ്? ആകെയുള്ള 360 ഡിഗ്രിയുടെ 3/8
തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഇൻറ്റു 360 ഡിഗ്രി എന്നേ കാണേണ്ടതുള്ളൂ. എന്താ അത് ചെയ്യാൻ കാരണം? ആകെയുള്ള വൃത്തത്തിലെ ആകെയുള്ള കോണിന്റെ അളവ്, സെന്ററിന്റെ ചുറ്റുമുള്ള കോണിന്റെ അളവ് 360 ഡിഗ്രിയാണ്. അതിന്റെ 3/8 ഭാഗം എത്ര ഡിഗ്രിയാണ് എന്നാണ് ചോദ്യം. അതായത് നമുക്ക് കാണേണ്ടത് 360ന്റെ 3/8 ഭാഗം എത്ര. അതിനെ കാണാം 3/8 ഇൻറ്റു 360 ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 360 ബൈ താഴെ ഇവിടെ സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അവ തമ്മിലായിരുന്നു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ വേറെ സംഖ്യ താഴെ ഇല്ല. അപ്പൊ എന്താ എഴുതുന്നുള്ളൂ? 8 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ വർക്കിംഗ് കോളത്തില് 360നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 1080/8 എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? 1008നെ 8 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 1080 divides 8. 1 time 28, 3 times 24, ഈ 0 ഇറക്കിയിട്ടു 40 subtract ചെയ്തു 0 കിട്ടി. അപ്പൊ എത്ര ആംഗിൾ ആണ് കിട്ടി? 135 ഡിഗ്രി എന്ന് കിട്ടി. ഇതങ്ങനെ കഴിഞ്ഞ കൈയ്യേട്ടിരിക്കുകയല്ല ചെയ്യണ്ടേ. എന്താ വേണ്ടത്? വരച്ച് കാണിക്കാനും ഷെയ്ഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 135 കിട്ടിയ വഴി നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 360 കൊണ്ട് ഇൻറ്റു ചെയ്യണു. 360 എങ്ങനെ കിട്ടിയേ? വൃത്തത്തിലെ സെന്ററിന്റെ ചുറ്റുമുള്ള ആകെ കോണിന്റെ അളവ് 360 ആണ്. ആ 360ന്റെ 3/8 ഭാഗം കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. മുകളിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി, വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല. അപ്പൊ 1080 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി 8/8 എന്നുള്ളതിന്റെ അർത്ഥം എന്താ? 1080 divides 8. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 135. നമ്മള് ഇഷ്ടമുള്ള ആരത്തില് അല്ലെങ്കിൽ റേഡിയസിൽ എന്ത് വരച്ചു? സർക്കിൾ വരച്ചു, ഒരു സെന്റർ മാർക്ക് ചെയ്ത് സെന്ററിൽ നിന്ന് റേഡിയസ് വരച്ചു. നമ്മൾ എന്ത് ചെയ്തു? 135 ഇതിലെടുത്ത് വരച്ച് ഷെയ്ഡ് അല്ലെങ്കിൽ കളർ ചെയ്യണം. നിങ്ങൾ നല്ല ഭംഗിയില് കളർ ചെയ്യണം. സ്കെച്ച് പെൻ കൊണ്ടൊന്നും ചെയ്യരുത്. പിന്നത്തെ പേജിലേക്ക് വരയ്ക്കും, അല്ലെങ്കിൽ കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസ്, അല്ലെങ്കിൽ ഇതൊന്നുമില്ല എങ്കിൽ ഷെയ്ഡ് ചെയ്ത് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഭംഗിയായിട്ട് ചെയ്യണം. വരയ്ക്കേണ്ടതൊക്കെ പെൻസിൽ കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് പുതിയതായിട്ട് പറയേണ്ട കാര്യമില്ല. പ്രൊട്രാക്ടറിന്റെ സെന്റർ സർക്കിളിന്റെ സെന്ററിനോട് ചേർത്ത് പിടിച്ച് ഈ വരച്ച വരയോട് ചേർത്ത് ഞാൻ ഈ ഭാഗം പിടിച്ചു. വരത ഈ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. താഴത്തെ സ്കെയിൽ എടുത്തു. 135 ഡിഗ്രി എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തു. എങ്ങനെയാ? 130 കഴിഞ്ഞിട്ട് 5ാമത്തെ വര. 135 ഡിഗ്രി എടുത്തു. സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഞാൻ സെന്ററിലേക്ക് യോജിപ്പിച്ചു. അപ്പൊ അറ്റത്തേക്ക് മുകളിലേക്ക് ഇവിടെ വരെ വരയ്ക്കേണ്ട കാര്യമില്ലേ. നമ്മളിവിടെ കുത്തിട്ടു എങ്കിലും നമുക്ക് സർക്കിൾ മേലേ വേണ്ടു. 135 എന്ന് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഈ ഭാഗം കളർ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. എഴുതിയെടുക്കാൻ നിൽക്കണ്ട, ടീച്ചർ അയച്ചു തരാം കേട്ടോ നോട്ട്. ബി ക്വസ്റ്റ്യൻ അതിൽ എന്താണ്? ബി ക്വസ്റ്റ്യൻ 2/5. 2/5 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 360ന്റെ 2/5 ഭാഗം എത്രയാണെന്ന് നോക്കി. 2/5 into 360 ഇതിന് വ്യത്യാസമില്ല. That is equal to 2 into 360/5. 2 into 360 എത്രയാണെന്ന് നോക്കി. ഞാൻ വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയി നോക്കുകയാണ് കേട്ടോ. 720/5 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 720യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നല്ലേ അർത്ഥം. 155, 22, 4 5s are 20. ഈ 0 ഇറക്കിയിട്ടു അല്ലേ. സോറി, 4 5s are 20. അപ്പൊ എത്ര കിട്ടി? 144 ഡിഗ്രി എന്ന് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാലോ, അതൊന്നും മുമ്പത്തേരില്ല. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു സർക്കിൾ വരച്ചു. എപ്പോഴും ഇങ്ങടെ അല്ലേ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കണം. എപ്പോഴും നേരെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം?
ഇതില് 144 എടുക്കുകയാണ് വേണ്ടത്. അതായത് 140 കഴിഞ്ഞിട്ട് നാലാമത്തെ ചെറിയ വര. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇതിനോട് ചേർത്ത് പിടിച്ചു, സർക്കിളിന്റെ സെന്ററിനോട്. പിന്നെയോ ഇങ്ങടാ വര കിടക്കണേ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? പ്രൊട്രാക്ടറിന്റെ ലൈൻ ഇതിനോട് ശരിക്കും ചേർത്ത് പിടിച്ചു. ഏത് സ്കെയിൽ എടുക്കേണ്ടത്? ഇങ്ങോട്ടാണ് വര നീണ്ടു കിടക്കണേ. അപ്പൊ ഇവിടെ നിന്ന് 0 തുടങ്ങണ സ്കെയില് അതെടുത്തു. 144 140 കഴിഞ്ഞിട്ട് നാലാമത്തെ ചെറിയ വര അതാ. ഇനി ഇത് യോജിപ്പിക്കുകയാണ് കേട്ടോ ടീച്ചർ ചെയ്യുന്നത്. സ്കെയിൽ യോജിപ്പിച്ചു, സ്കെയിൽ ഉപയോഗിച്ചു, യോജിപ്പിച്ചു. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ 144 ഡിഗ്രി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മള് ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലോ? ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ ചെയ്താലോ? സി ക്വസ്റ്റ്യൻ എന്താണ്? സി എന്താ സി ക്വസ്റ്റ്യൻ? 4/9. 4/9. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരേ മെത്തേഡ് തന്നെയാണ്. 4/9 into 360. That is equal to 4 into 360/9. നമ്മൾ 4 into 360 ഇതാ വർക്കിംഗ് കോളത്തിൽ നോക്കും കേട്ടോ. 360 into 4 എത്രയാ നോക്കി? എത്രയാണ്? 1440. 1440/9 എന്നാണ് കിട്ടുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. 40 divides 9. 54 കിട്ടി അല്ലേ? 6 9s are 54. സബ്ട്രാക്ട് ചെയ്തു. ഈ 0 ഇറക്കിയിട്ടു. 0 divides 9 0 ആണ്. എത്രയാ കിട്ടണേ? 160 ഡിഗ്രി എന്നുള്ളതല്ലേ ഡിവൈഡ് ചെയ്ത് കിട്ടണത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങടാ വരച്ചെന്ന് വിചാരിക്കൂ. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ റേഡിയസ് വരയ്ക്കാം. നമ്മൾ വെക്കണതും അതുപോലെ പ്രൊട്രാക്ടറിൽ സ്കെയിൽ എടുക്കണതും തെറ്റണ്ട എന്ന് എഴുതും കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ചേർത്ത് വെച്ചു. പ്രൊട്രാക്ടർ ഇതിനോട് ചേർത്ത് വരങ്കടല്ലേ നീണ്ടു കിടക്കണം. അപ്പൊ ഇവിടുന്ന് 0 തുടങ്ങുന്ന സ്കെയിലില് 160 ഡിഗ്രി ഇതാ ഇവിടെയാണ്. ഇതാണ് പോയിന്റ് കിട്ടിയത്. ഇത് ഞാൻ ഇതിനോട് യോജിപ്പിച്ചു, സെന്ററിനോട് യോജിപ്പിച്ചു വെച്ചു. കണ്ടു? ഇതാണ് 160 ഡിഗ്രി എന്ന് വരുന്നത്. എന്നിട്ട് ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ ക്രയോൺസോ പെൻസിലോ ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഈ 3 ചെയ്തു. ഇനി 2 നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇങ്ങനെ 5/12 5/24 നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. പിന്നെ അതിന്റെ സൈഡിൽ അപ്പൊ മൊത്തം നെക്സ്റ്റ് ക്ലാസ്സിൽ 4 ഹോംവർക്ക് ഉണ്ട്. തൊട്ട് മുമ്പത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ഉണ്ട്, മൂന്നാമത്തേൽ 2 ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇനി ഇതേ നോക്കൂ. ആംഗിൾസ് ഇൻ എ ക്ലോക്ക്. ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്താ? ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് കുറച്ച് സെന്റൻസ് അതിൽ തന്നിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് എടുക്കണുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്ന് പറയുമ്പോ നമ്മളുടെ എന്താ പറയണേന്ന് അറിയോതാ? ഇങ്ങനെ ഒരു ക്ലോക്ക് തന്നിരിക്കുകയാണ്. ഈ ക്ലോക്കില് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മില് ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിൽ ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്? ഓരോ നമ്പറിന്റെ ഇടയിലും ആംഗിൾ എത്രയാണ് വരണേ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ ഇതുവരെയുള്ളത് നമ്മൾ ഹോംവർക്ക് ചെയ്ത് എഴുതി പഠിച്ചിട്ട് വരണം. കൃത്യമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അന്ന് എടുക്കുന്നത് ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.